ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു അടിപൊളി വെയിറ്റ് ലോസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡീറ്റോക്സി വാട്ടർ തയ്യാറാക്കുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേർണിയിൽ ഞാൻ യൂസ് ചെയ്തിരുന്നതാണ്. ഞാൻ കൂടുതലും ചൂടുവെള്ളമാണ് ഉപയോഗിക്കാറ്. നിങ്ങളുടെ അടുത്ത് അതിനാണ് പറഞ്ഞിരുന്നത്. പക്ഷെ നമുക്ക് ആഴ്ചയിൽ ഒരു 2-3 ദിവസം നമുക്ക് 1 ലിറ്റർ വെച്ചിട്ട് ഡീറ്റോക്സി വാട്ടർ കുടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി പെട്ടെന്ന് നമുക്ക് കൊഴുപ്പ് അലിയിച്ച് കളയുകയും ചെയ്തതുപോലെ തന്നെ നമുക്ക് വെയിറ്റ് കുറയ്ക്കാനും സാധിക്കും. അപ്പോൾ ആ ഒരു ഡീറ്റോക്സി വാട്ടർ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് തയ്യാറാക്കി കാണിക്കുന്നത്. അപ്പോൾ ഞാനിത് ഈ ഒരു ഡീറ്റോക്സി വാട്ടറിന്റെ ആ റെസിപ്പി ഞാൻ PCOD ഡോക്ടറെ അടുത്ത് നിന്നാണ് മേടിച്ചത്. ആ ഡോക്ടറെ അടുത്ത് നിന്നാണ് ഡോക്ടറാണ് എനിക്ക് ഇങ്ങനെ ഇന്ന ഇൻഗ്രീഡിയൻസ് ചേർക്കണമെന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നത്. അപ്പോൾ അത് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കാം. നിങ്ങൾ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. PCOD പേഷ്യൻ്റ് ആണെങ്കിലും നമുക്കിത് ചെയ്യാം. നല്ല റിസൾട്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. പിന്നെ ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത് 1 ലിറ്ററിന്റെ അളവാണ്. അതായത് 1 ലിറ്ററിലേക്ക് നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം അതാണ് തയ്യാറാക്കി കാണിക്കുന്നത്. എല്ലാവർക്കും ഡീറ്റോക്സി വാട്ടർ എന്താണെന്ന് അറിയാം. ഇനിയിപ്പോൾ ഏതെങ്കിലും ആളുകൾക്ക് അറിയാത്തുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഡെയിലി നന്നായിട്ട് വെള്ളം കുടിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ ഈ വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് കുറച്ച് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് നമ്മുടെ വെയിറ്റ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന, നമുക്ക് കുറച്ച് റീഫ്രഷ് ആയിട്ട് നമുക്ക് കുറച്ച് ഫ്രഷ് ആയിരിക്കാൻ പറ്റുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് നമ്മൾ അതിൽ ചേർത്തിട്ട് 1 ലിറ്ററോളം വെള്ളം അല്ലെങ്കിൽ നമുക്ക് എത്ര വെള്ളം ആവശ്യമുണ്ട് അതിനനുസരിച്ച് നമ്മൾ ഡീറ്റോക്സി വാട്ടർ ആയിട്ട് തയ്യാറാക്കുകയാണ്. അത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തലേദിവസം നമ്മൾ ഉണ്ടാക്കി വൈകുന്നേരം ഉണ്ടാക്കിയിട്ട് നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ വെക്കുകയാണ്. എന്നിട്ട് നമ്മൾ പിറ്റേ ദിവസം രാവിലെ തുടങ്ങിയിട്ട് രാവിലെ എണീക്കുമ്പോൾ ഞാൻ പറയുന്നത് പോലെ നമ്മുടെ ഒരു ഡ്രിങ്ക് ആണ് കുടിക്കാറ്. അതിനുശേഷമാണ് നമ്മൾ ഈ ഒരു 1 ലിറ്ററിൽ വെള്ളം നമ്മൾ കുടിക്കും. അതിനുശേഷം നമുക്ക് നോർമൽ വാട്ടറോ അല്ലെങ്കിൽ നമുക്ക് ചൂടുവെള്ളം എന്താണെങ്കിൽ കുടിക്കാം. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 1 ലിറ്റർ കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടി മിനറൽ വാട്ടർ 1 ലിറ്ററിൻ്റെ ബോട്ടിൽ 1 ലിറ്റർ വെള്ളമാക്കിയൊക്കെയാണ്. തിളപ്പിച്ചാറി തണുത്ത വെള്ളമാണ്, ചൂടൊന്നുമില്ല, തണുത്ത വെള്ളമാണ്. അപ്പോൾ നമുക്കൊരു ചില്ലിൻ്റെ ബോട്ടിൽ വേണം, ചില്ലിൻ്റെ ജാറ്. അപ്പോൾ അതിലേക്കാണ് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ തീരെ നിവർത്തിയില്ലെങ്കിൽ നമുക്ക് സ്റ്റീലിൻ്റെ പാത്രം തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ ചില്ലിൻ്റെ ജാറാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഈ ഒരു വെള്ളത്തിലേക്ക് നമുക്ക് ആദ്യം ഇടേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി കനം കുറച്ച് അരിഞ്ഞിട്ട് 3 കഷ്ണമാണ് നമ്മൾ ഇടുന്നത്. കറക്റ്റ് അളവ് തന്നെ നിങ്ങൾ ചെയ്യണം കേട്ടോ. 3 കഷ്ണം ഇഞ്ചി. പിന്നെ നമുക്ക് വേണ്ടത് കുക്കുംബറാണ്. അത് നന്നായിട്ട് കനം കുറച്ചിട്ട് ഒരു 6 സ്ലൈസാക്കി അരിഞ്ഞിട്ട് 6 സ്ലൈസ് വേണം. അപ്പോൾ അത് നമുക്കിടാം. എപ്പോഴും നമ്മൾ കനം കുറച്ച് അരിഞ്ഞിട്ടിടാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി റിസൾട്ട് കിട്ടും. അടുത്തത് വന്നിട്ട് നമുക്ക് വേണ്ടത് ലെമൺ ആണ്, അതായത് നമ്മുടെ ചെറുനാരങ്ങ. അപ്പോൾ അത് നമുക്ക് കുറച്ച് കനം കുറച്ച് അരിഞ്ഞിട്ട് ഒരു 6 പീസ് സ്ലൈസാക്കി അരിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് പുതിന ഇലയാണ്, മിൻറ്റ് ലീഫ്. അപ്പോൾ നമുക്കൊരു നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള 3 പീസ്, അതായത് നമ്മുടെ ആ തുമ്പിൽ പുതിന ഇലയുടെ തുമ്പ് ഭാഗം, അതാണ് കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് ഫ്രഷ് ആയിട്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു തുമ്പ് ഭാഗം നമുക്ക് 3 തുമ്പായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അടുത്തത് വന്നിട്ട് ഹണിയാണ്. അപ്പോൾ ഇത് ഓപ്ഷനിലാണ് ഹണി. ഇപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ല, ഇനിയിപ്പോൾ മധുരം തീരെ നമ്മൾ ഉപേക്ഷിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ ഹണി ഒഴിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ആഡ് ചെയ്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ ചെയ്തത് ഇഞ്ചിയാണ്. ഇഞ്ചി നമ്മുടെ ലിവറിൻ്റെ അതുപോലെ തന്നെ എല്ലാ പാർട്സിൻ്റെ ദഹന പ്രക്രിയ നന്നായിട്ട് നടക്കാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് നമ്മുടെ അടിവയറിൻ്റെ ഫാറ്റ് നന്നായിട്ട് കുറയ്ക്കുന്നതാണ്. പിന്നത്തെ ഇൻഗ്രീഡിയൻറ്റ് ലെമണാണ്. നമ്മുടെ ബോഡി നന്നായി ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കും. പിന്നെ നന്നായിട്ട് വിറ്റമിൻ സി ഉണ്ട്, വെയിറ്റ് ലോസ് ചെയ്യാൻ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. നമുക്ക് നല്ലൊരു ഹെൽത്തും കിട്ടുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് കുക്കുംബറാണ്. ഇത് നമുക്ക് ഹൈ ബ്ലഡ് പ്രഷറൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് അത് ലോ ആക്കും. അതുപോലെ തന്നെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ കിട്ടും. പിന്നെ അതുപോലെ നമ്മുടെ എല്ലുകളുടെയൊക്കെ ഒരു ഹെൽത്ത് നന്നായിട്ട് നമ്മുടെ കുക്കുംബർ ബൂസ്റ്റ് ചെയ്യുന്നതാണ്. അടുത്തത് വന്നിട്ട് പുതിനയാണ്. അതിൽ നന്നായിട്ട് റിച്ച് ആയിട്ട് നമുക്ക് ന്യൂട്രിയൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിൻ്റെ ഫംഗ്ഷനൊക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. നമുക്ക് നല്ല റീഫ്രഷിങ്ങും കൂടി കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കുടിക്കാം. അപ്പോൾ വെയിറ്റ് കുറയ്ക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും കുടിക്കാൻ നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്ക് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാം. നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ നല്ലൊരു ഹെൽപ്ഫുൾ ആണ് നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിലവർക്ക് ലെമൺ യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം അസിഡിറ്റി പ്രോബ്ലം ഒക്കെ ഒരുപാട് പേർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലെമൺ നമുക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചി കുറച്ച് കൂടുതൽ ഇടാം. ഇപ്പോൾ ഒരു 3 പീസ് നമ്മൾ ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതുകൂടി കുറച്ചും കൂടി കൂടുതലാക്കി ഇടാം. ഇഞ്ചിയുടെ പീസ് അതുപോലെ തന്നെ പുതിനയിലേക്ക് നമുക്ക് കുറച്ചുകൂടി കൂടുതൽ ഇടാം.
ഈ ഒരു ഡ്രിങ്കിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് വളരെ തിന്നായിട്ട്, അതായത് കട്ടി കുറവിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി റിസൾട്ട് കിട്ടുക. വേഗം നമുക്ക് അതിൽ ആ ഒരു വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ ഫുൾ എല്ലാ ഗുണങ്ങളും നമുക്ക് കിട്ടുക. അപ്പൊ അങ്ങനെ ഒന്ന് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഇപ്പൊ ചാനൽ കാണുന്നെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. അപ്പൊ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തെ ഒരു ചെറിയൊരു ബെൽ ബട്ടൺ വരും. അപ്പൊ അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലുള്ള വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് വേഗം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.